പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി തനിക്ക് മുന്നും പിന്നും നോക്കാനില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അഭിഷേക്. ഇതിന്റെ ഭാഗമായി ഇടിച്ചുകയറി ചെന്ന് സംസാരിക്കുന്നതിനായി തയ്യാറാവുകയാണ് ഇഷയോട്. പക്ഷേ ഇഷയുടെ മുകളിലുള്ള എല്ലാ പ്രതീക്ഷകളും തകർത്തുകൊണ്ടുള്ള വഴിത്തിരിവാണ് അവിടെ വെച്ച് ഉണ്ടാകുന്നത്. ഇഷ പറയുകയാണ്, ഇത്രയും നാൾ അവളെ നിന്റെ വീട്ടിൽ നീ താമസിപ്പിച്ചു. ഇപ്പോൾ അവൾ നിന്നെ ഭർത്താവായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് നിന്നെ ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കുകയില്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നിന്നെ എനിക്ക് ഒഴിവാക്കി പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ എനിക്ക് നിഷ്പ്രയാസം സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും എന്ന വ്യക്തമാക്കുകയാണ് ഇഷ. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് അഭിഷേക്. ഇഷ എന്നെ മനസ്സിലാക്കണം. ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇഷയെ മാത്രമാണ് ഞാൻ സ്നേഹിച്ചത്. ഇത് കേട്ടതിനെ തുടർന്ന് അഭിഷേക് ഇത്തരം നുണകളെല്ലാം ഇനിയും ഒരുപാട് തവണ ആവർത്തിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം എനിക്ക് നിന്നോട് ഇപ്പോൾ യാതൊരു പ്രണയവുമില്ല. നീ എന്നെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നീ ഇവിടെ കിടന്ന് കൂടുതൽ അഭിനയം കാഴ്ചവെച്ചിട്ട് യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല എന്നുള്ള സത്യം നീ തിരിച്ചറിയുകയാണ് വേണ്ടത്. ആ കാര്യം നീ തിരിച്ചറിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ആകെ തകർന്ന് അഭിഷേക് അവിടെ ഇരിക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് പോകുന്ന ഇഷയാകട്ടെ ആകെ തകർന്നുകൊണ്ട് തൻ്റെ ബെഡിൽ കിടന്ന് കരയുകയാണ്. രാജി അവിടേക്ക് വന്നതിനെ തുടർന്ന് രാജിയോട്, ഞാൻ എന്തൊക്കെയാണ് അവനോട് പറഞ്ഞത് എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. ഒരുപാട് അവന് വേദനിച്ചിട്ടുണ്ടാകണം അല്ലേ? ഞാൻ ഇതെല്ലാം ചെയ്തത് എൻ്റെ ഡാഡിക്ക് വേണ്ടിയാണ്. ഡാഡിയുടെ ആഗ്രഹം നടക്കട്ടെ, ആ ഒരു ചിന്ത മാത്രമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഉള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് രാജി, മോള് ചെയ്തത് ഒരു വിധത്തിൽ ശരി തന്നെയാണ്. നിരാലംബയായ ഒരു പെൺകുട്ടിക്ക് ജീവിതം അങ്ങനെയെങ്കിലും കിട്ടട്ടെ അല്ലേ? പക്ഷേ അഭിഷേക് മനസ്സ് തകർന്ന് ചങ്ക് തകർന്നാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. എന്തായാലും ഈ വേദനയെല്ലാം മറികടന്നുകൊണ്ട് പുതിയൊരു ജീവിതം തുടങ്ങാൻ അവന് സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാനും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നല്ലൊരു പയ്യനായിരുന്നു. എന്നാൽ ഇതേ സമയം തൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകണമോ എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് അഭിഷേകിൻ്റെ മുന്നിൽ. ഞാൻ ഇഷ്ടപ്പെടാത്ത പെൺകുട്ടിയുമായി ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കുക, അത് എനിക്കിനി അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ഇതിലും ഭേദം മരിക്കുന്നത് തന്നെയാണ്. ഞാൻ ഒടുവിൽ അങ്ങനെയൊരു തീരുമാനം എടുക്കുകയാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അഭിഷേക് ചെയ്യുന്നത്. എന്നാൽ ഇതേ സമയം തൻ്റെ മകൻ്റെ ജീവിതം തകർത്തത് താൻ തന്നെയാണ് എന്ന് കരുതുകയാണ് ഗായത്രി. ഒരുപാട് പേർ തന്നോട് പറഞ്ഞതാണ്. മാത്രവുമല്ല, അവനും ഒരുപാട് തവണ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ള കാര്യം എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഞാൻ അവനെ നിർബന്ധിച്ച് പറഞ്ഞ് വിടുകയാണ് ചെയ്തത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ അവൻ അനുഭവിക്കുന്നത്. ഇനി എന്ത് ചെയ്യും ഞാൻ? ഈ ചോദ്യം ബാക്കിയാവുകയാണ്. എന്നെ അവൻ വെറുക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഗായത്രി ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കാണണം എന്നുള്ള തീരുമാനം എടുക്കുന്നു.
പക്ഷേ അഭിഷേകിന്റെ മനസ്സിലേക്ക് കയറിക്കൂടാൻ പറ്റിയ അവസരമായിട്ടാണ് ജയരാമൻ ഇത് കാണുന്നത്. ഇഷയെ നീ കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ നിന്റെ അമ്മ, അവളുടെ ചതി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഒരിക്കലും അവളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചതി ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അത്ര വലിയ ചതിയല്ലേ അവൾ നിന്നോട് കാണിച്ചത്. ഒരമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ സാധിക്കുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ് എങ്കിൽ ദേവബാല എന്ന ശല്യത്തെ എന്നേക്കുമായി ഒഴിവാക്കാൻ സാധിക്കും എന്ന് വ്യക്തമാക്കുകയാണ് ജയരാമൻ. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്തു പറയണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അഭിഷേകിന്റെ മനസ്സിൽ. ഇതേ തുടർന്ന് ദേവബാലയെ ഒഴിവാക്കി തരാൻ ഞാൻ ഒരു തന്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് ജയരാമൻ പറയുന്നുവെങ്കിലും ജയരാമന്റെ സഹായം സ്വീകരിക്കാൻ തയ്യാറാകാതെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോവുകയാണ് അഭിഷേക് ചെയ്യുന്നത്. എന്നാൽ തിരികെ വീട്ടിലെത്തിയതിനെ തുടർന്ന് അഭിഷേകിന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ദേവബാല ശ്രദ്ധിക്കാൻ ഇടയാവുകയാണ്. ഇതോടെ ദേവബാല തൻ്റെ അച്ഛനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയാൻ തയ്യാറാകുന്നു. ദേവബാലയുടെ വരവ് കാണുന്ന ദേവരാജൻ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയും അഭിഷേക് മോശമായി പെരുമാറിയോ എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന ദേവബാല അഭിഷേകിന്റെ സ്വഭാവത്തിൽ എന്തോ മാറ്റം വന്നിട്ടുണ്ട്. അവൻ ഇപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചിട്ട് തന്നെയാണ് എന്ന് പറയുകയും ഇതൊക്കെ കണ്ട് എനിക്ക് പേടിയാകുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് അഭിഷേക് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. ഈ വാർത്ത അറിയുന്നത് ഇഷയെ തകർത്ത് കളയുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.